ഓം നമോ നാരായണായ. ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ. ഞാനിവിടെ പറയുന്നത് ചതയം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ്. ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യപരിപാലനത്തിൽ ജീവിതാനുഷ്ഠാനങ്ങളിൽ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. ജന്മരാശിയിലാണെങ്കിൽ രാഹുവിൻ്റെ സാന്നിധ്യം നിലനിൽക്കുന്നത് കൊണ്ടും 7.5 ശനിയിലൂടെ സഞ്ചരിക്കുന്ന ശനീശ്വരൻ്റെ ദൃഷ്ടിയാണെങ്കിൽ അഷ്ടമഭാവത്തേക്ക് വരുന്നത് കൊണ്ടും അഷ്ടമഭാവത്തിലാണെങ്കിലോ ശയനകളത്രകാരകനായിരിക്കുന്ന ശുക്രൻ നീചബലത്തോടു കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് യാത്രകളിലും ഡ്രൈവിങ്ങിലും ഈ ഒരു സമയങ്ങളിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ കഴിവതും ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. വീഴ്ചകളും ക്ഷതങ്ങളും വരാതെ നോക്കണം ഈ ഒരു സമയങ്ങളിൽ. ഇനി കുടുംബത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ധനപരമായിട്ടും സന്താനഭാവങ്ങളിലും ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലും അഭിപ്രായ ഭിന്നതകളോ മനോവിഷമതകളോ തർക്കങ്ങളോ വരാതെ ശ്രദ്ധിക്കണം ഈ ആഗസ്റ്റ് മാസത്തിൽ. വിദ്യാർത്ഥികൾക്കാണെങ്കിലും കഠിനാധ്വാനം ചെയ്തു പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ്. അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കണം ഈ സമയങ്ങളിൽ. കർമ്മപരമായിട്ട് നോക്കുമ്പോഴാണെങ്കിൽ കർമാധിപതിയായിട്ടുള്ള ചൊവ്വയുടെ അനുകൂല സ്ഥിതി മൂലം സ്വയം തൊഴിൽ ചെയ്യുന്നവരിൽ, ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ, ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിൽ നേട്ടങ്ങൾക്കും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട്. അധ്വാനിച്ചതിൻ്റേതായിട്ടുള്ള നേട്ടങ്ങൾ കിട്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ്. എന്നാലോ നിവൃത്തി സ്ഥാനത്ത് കേതുവിൻ്റെ സാന്നിധ്യം എന്നുള്ളതുകൊണ്ടും ഭാഗ്യാധിപതിയായിരിക്കുന്ന ശുക്രനാണെങ്കിൽ നീചരാശിസ്ഥിതി വരുന്നത് കൊണ്ട് കർമ്മതലത്തിൽ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ദീർഘവീക്ഷണം വേണ്ടുന്നതായിട്ടൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ. അതുകൊണ്ട് ചതയം നക്ഷത്രക്കാർ ഈ ഒരു സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമ അർച്ചന ചെയ്തു പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകൾ ചെയ്യുന്നതും ആഞ്ജനേയ സ്വാമിക്ക് വിശേഷാൽ വഴിപാടുകൾ ചെയ്തു പ്രാർത്ഥിക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും.